കരുത്തു തെളിയിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും റഷ്യയും. ഫെബ്രുവരിയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംയുക്ത നാവിക അഭ്യാസം നടത്താൻ ഒരുങ്ങുകയാണ് ഇരു രാജ്യങ്ങളും. റഷ്യൻ നാവികസേനയുടെ പസഫിക് ഫ്ലീറ്റ് ഫ്രിഗേറ്റ് മാർഷൽ ഷാപ്പോഷ്നിക്കോവ് ബംഗാൾ ഉൾക്കടലിൽ നടക്കുന്ന മിലാന 2026 അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. അഭ്യാസത്തിന്റെ ഭാഗമായി ഫെബ്രുവരി 18 മുതൽ 25 വരെ മാർഷൽ ഷാപ്പോഷ്നിക്കോവ് ഇന്ത്യൻ തുറമുഖമായ വിശാഖപട്ടണത്ത് അനൌദ്യോഗിക സന്ദർശനം നടത്തും. റഷ്യൻ നാവികസേനയുടെ പസഫിക് കപ്പലിന്റെ ഒരു ഫ്രിഗേറ്റ് ഒമാനിലെ മസ്കറ്റ് തുറമുഖത്ത് നിന്ന് മിലാൻ 2026 അഭ്യാസത്തിൽ പങ്കെടുക്കാൻ പുറപ്പെടുമെന്നും തുടർന്ന് ഫെബ്രുവരി 18 മുതൽ 25 വരെ ഇന്ത്യൻ വിശാഖപട്ടണം തുറമുഖത്ത് അനൌദ്യോഗിക സന്ദർശനം നടത്തുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാലയളവിൽ ഇന്ത്യൻ നാവികസേനയുമായി വിവിധ ഡ്രില്ലുകൾ നടത്തും. ഇതിനുശേഷം ഫ്രിഗേറ്റ് വ്ളാഡിവോസ്റ്റോക്കിലേക്ക് പുറപ്പെടും. ഫെബ്രുവരി 15 മുതൽ 25 വരെയാണ് വിശാഖപട്ടണത്ത് ഇന്ത്യൻ നാവികസേന മിലാൻ 2026 എന്ന പേരിൽ സംയുക്ത സൈനികാഭ്യാസം നടത്തുന്നത്. 13ാം തവണയാണ് ഈ അഭ്യാസം നടക്കുന്നത്. സമുദ്ര സഹകരണത്തിനും സുരക്ഷിതമായ ഇന്ത്യൻ മഹാസമുദ്രത്തിനുമായി വിവിധ രാജ്യങ്ങളിലെ നാവികസേനകളെ ഒരുമിപ്പിച്ചു കൊണ്ടുവരിക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ ലക്ഷ്യം. ിലധികം രാജ്യങ്ങളിലേക്ക് ഈ പരിപാടിക്കായി ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. US, റഷ്യ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുടെ നാവികസേനകൾ അവരുടെ പങ്കാളിത്തം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 18 പ്രസിഡന്റ് ദ്രൗപദി മുർമു കപ്പലുകൾ പരിശോധിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഫ്ലീറ്റ് അവലോകനം ഈ കാലയളവിൽ നടക്കും. INS വിക്രാന്ത് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ തദ്ദേശീയ കപ്പലുകൾ പ്രദർശിപ്പിക്കും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരാണ് റഷ്യ. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക ബന്ധം ആഴമേറിയതും പരമ്പരാഗതവും തന്ത്രപരവുമാണ്. യുദ്ധവിമാനങ്ങൾ, അന്തർവാഹിനികൾ, മിസൈൽ സംവിധാനങ്ങൾ എന്നിവയാണ് ഇതിൽ പ്രധാന ഘടകങ്ങൾ. ഇരു രാജ്യങ്ങളും സംയുക്ത സൈനികാഭ്യാസങ്ങൾ പതിവായി നടത്തുകയും ചെയ്യുന്നു. ലൈസൻസിന് കീഴിൽ തദ്ദേശീയമായി നിർമ്മിക്കാൻ കഴിയുന്ന നിരവധി ആയുധ സാങ്കേതിക വിദ്യകളും റഷ്യ ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. റഷ്യൻ സായുധ സേനയുടെ പ്രധാന ഘടകമാണ് റഷ്യൻ നാവികസേന. ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈനുകൾ, ന്യൂക്ലിയർ പവേർഡ് അറ്റാക്ക് സബ്മറൈനുകൾ, യുദ്ധക്കപ്പലുകൾ എന്നിവയടങ്ങുന്ന വിപുലമായ സന്നാഹമാണ് ഇത്. 1992 രൂപീകൃതമായ ഈ സേന ഉത്തര പസഫിക്, ബ്ലാക്ക് സീ, ബാൾട്ടിക് എന്നിങ്ങനെ പ്രധാനമായും 4 ഫ്ലീറ്റുകളിലായാണ് പ്രവർത്തിക്കുന്നത്. 2026 അത്യാധുനിക ആയുധങ്ങളും സെൻസറുകളും ഘടിപ്പിച്ച ന്യൂക്ലിയർ പവേർഡ് യുദ്ധക്കപ്പലായ അഡ്മിറൽ നഖിമോവ് ഉൾപ്പെടെയുള്ളവയുടെ കടൽ പരീക്ഷണങ്ങൾ റഷ്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിലും പരിമിതമായ സാമ്പത്തിക സാഹചര്യങ്ങളും അറ്റകുറ്റപ്പണികളും സേനയുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം 2035 ആകുമ്പോഴേക്കും നാവികസേനയുടെ സമഗ്ര ശാക്തീകരണം എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള ഭീഷണികളെ ഒരേ സമയം നേരിടേണ്ടി വരുന്ന സാഹചര്യമുണ്ടായാൽ സജ്ജമായിരിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി സേനയുടെ ആക്രമണ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനാണ് പദ്ധതി. ഇതിന്റെ ഭാഗമായി യുദ്ധക്കപ്പലുകളുടെയും അന്തർവാഹിനികളുടെയും എണ്ണം 200 ഉയർത്താനാണ് നീക്കം. നിലവിൽ ഇന്ത്യക്ക് ആകെ വിവിധ തരത്തിലുള്ള 140 യുദ്ധക്കപ്പലുകളാണ് ഉള്ളത്. 2 വിമാനവാഹിനി, 13 ഡിസ്ട്രോയറുകൾ, 18 കോർവെറ്റുകൾ, 14 ഫ്രിഗേറ്റുകൾ, 17 ഡീസൽ എഞ്ചിൻ അന്തർവാഹിനികൾ, 2 ആണവ അന്തർവാഹിനികൾ, 115 പെട്രോളിംഗ് വെസലുകൾ, ഓഫ് ഷോർ പെട്രോളിംഗ് വെസലുകൾ എന്നിവയാണ് ഇതിൽ പ്രധാനം.